ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് ബിങ്ക പ്ലാന്റിനെ പറ്റിയാണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഹാങ്ങിങ് ബിങ്ക എന്താ സംഭവിക്കുന്നതെന്നും തണൽ എന്താ സംഭവിക്കുന്നത് ചോദിക്കാറുണ്ട്. വെയിലത്ത് നടന്നിട്ട് പ്ലാന്റുകൾക്ക് എന്ത് സംഭവിക്കുന്ന കാര്യം നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കും. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി സന്തോഷമായ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞങ്ങളുടെ ഗ്രീനിഫൈ ഗാർഡൻ്റെ ഹൃദയമായ ബ്ലാക്ക് പിറ്റൂണിയ ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നതാണ്. ആ ഒരാളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസം ഞങ്ങൾ പറഞ്ഞിരുന്നു, ഗീവേ പറഞ്ഞിരുന്നു, ഒരു പ്ലാന്റ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് വിന്നർക്ക്. ഞങ്ങൾ 3 പേരെ സെലക്ട് ചെയ്തിരുന്നു. അതിന് ഒരാളെ സെലക്ട് ചെയ്താണ് ഞങ്ങൾ ഈ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അത് ആരാണെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നല്ല വെയിലത്ത് കിടക്കുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വെയിലത്ത് ഈ പ്ലാന്റ് കിടന്നു കഴിഞ്ഞാൽ ഇലകൾക്ക് നല്ല ചുവപ്പ് കളറുണ്ടാവും, ഒരു മഞ്ഞ കളർ, ചുവപ്പല്ലൊരു മഞ്ഞ കളറുണ്ടാവും. അപ്പോൾ ആ മഞ്ഞ കളറുണ്ടാകുമ്പോൾ ഈ ഫ്ലവറുകളുടെ ഭംഗി കുറയും. അതുകൊണ്ടാണ് ഈ വെയിലത്തിടുമ്പം നമുക്കുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ അതാണ്. നല്ല വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വാട്ടൊക്കെ നമ്മളുണ്ടാവും. നമുക്ക് 2 നേരമെങ്കിലും വെള്ളം കൊരിയില്ലെങ്കിൽ പ്ലാന്റ് വാടിപ്പോവും. നമ്മൾ ചിലർ പറയാറുണ്ട് ബിങ്ക പ്ലാന്റുകൾക്ക് വെള്ളം കുറച്ച് മതി, ചുമ്മാതാണ്, വെള്ളം കുറച്ച് പോരാ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പ്ലാന്റുകൾ വളരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് ഒന്ന് കാണിക്കാം. ഈ പ്ലാന്റ് കണ്ടില്ല, ഇലകളൊക്കെ ഈ മഞ്ഞൾ കളർ കണ്ടില്ല. ഇതൊരു നാടൻ പ്ലാന്റാണ്. നേരത്തെ ഉള്ള നമ്മുടെ റെഗുലറായിട്ട് ആദ്യം വന്ന പ്ലാന്റുകൾ ഇതൊക്കെയാണ്. ഇപ്പോഴാണ് പുതിയ ടാറ്റുവിങ്ക എണ്ണത്തിൽപ്പെട്ട പ്ലാന്റുകളൊക്കെ വന്നത്. അപ്പോൾ ഈ ടാറ്റുവിങ്കയുടെ പ്ലാന്റുകൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിന് ഇഷ്ടംപോലെ സീഡ് ഉണ്ടാവുന്നതാണ്. ഈ സീഡുകളെല്ലാം എടുത്ത് പാകി കഴിഞ്ഞാൽ പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് കിട്ടും. എല്ലാവരും ശരിക്കും ഇത് സീഡ് എടുത്ത് പാകി കിളിപ്പിക്കുക. അതിന് വേറെ ഇനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞളിപ്പാണ്. ഈ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലേ, ഈ മഞ്ഞ കളർ വരുമ്പോൾ നമ്മൾ ഇല പിച്ച് കളഞ്ഞാലും അടുത്ത ഇലയ്ക്ക് അടുത്ത മഞ്ഞളിപ്പ് വരും. പിന്നെ അത് പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഭംഗി കുറയും, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് ഓറഞ്ച് ടാറ്റു. ഈ ഓറഞ്ച് ടാറ്റു ആണെങ്കിൽ ഏറ്റവും സൂപ്പർ പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇഷ്ടംപോലെ എടുത്ത് ഞാൻ കിളിപ്പിക്കുന്നുണ്ടാണ് സ്റ്റെമ്മുകൾ കുറച്ച് കുറവായിട്ട് തോന്നുന്നത്, അല്ല വേറൊന്നുമല്ല. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഓറഞ്ച് കളറുള്ള ഈ പ്ലാന്റും. അപ്പോൾ ഈ പ്ലാന്റുകളെല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകളാണ്. ഗീവയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗീവയുടെ കാര്യം സസ്പെൻസാണ്. ഞങ്ങളുടെ ഗീവയിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗീവയിൽ നമ്മൾ ആർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല ആരാണ്. നമ്മൾ ഈ സമ്മാനം ആർക്കാലും അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്തു കഴിയുമ്പോൾ ആർക്കാണോ ഈ പ്ലാന്റ് കിട്ടിയത് അവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടും, എനിക്ക് പ്ലാന്റ് കിട്ടി. ആ വിവരങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗീവേ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നാക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ അത് ഉടൻ തന്നെ ഞങ്ങൾ അയക്കുന്നതാണ്. ഈ മാസം തന്നെ ഞങ്ങൾ പ്ലാന്റ് അയക്കും. പ്ലാന്റ് അയച്ച് കിട്ടിക്കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അവർ കമൻ്റ് ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം കാണുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്.